നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാൻ 4 നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതേസമയം 8ാം പ്രതിയായ നടൻ ദിലീപിന് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ചും മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹമോചനത്തെക്കുറിച്ചും വാർത്തകൾ ശ്രദ്ധ നേടുകയാണ്. മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹബന്ധം പിരിയാൻ കാരണക്കാരിയായത് ആക്രമിക്കപ്പെട്ട നടിയാണെന്നും അതിന്റെ പകയായിട്ടാണ് അതിജീവിതയ്ക്കെതിരെ കൊട്ടേഷൻ നൽകിയത് എന്നുമാണ് കേസ്. എന്നാൽ അതിജീവിതയല്ല, യഥാർത്ഥത്തിൽ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ മഞ്ജു വാര്യർക്ക് അറിയാമായിരുന്നെന്നാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ഭാഗ്യലക്ഷ്മി അന്ന് വെളിപ്പെടുത്തിയത്. കാവ്യയുടെ അമ്മ തന്നെയാണ് മഞ്ജുവിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞതെന്നും എന്നാൽ അതൊരിക്കലും കാവ്യ ദിലീപ് ബന്ധത്തെ ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള ഒരു കോൾ ആയിരുന്നില്ല എന്നും അവർ വെളിപ്പെടുത്തി. എന്റെ സിനിമ മുഴുവൻ ദിലീപ് നഷ്ടപ്പെടുത്തുകയാണെന്ന് പലതവണ അതിജീവിത ഇടവേള ബാബുവിനോടും പറഞ്ഞു. പിന്നെ ഇടവേള ബാബുവിനോട് അന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതെന്തായാലും അന്വേഷിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് കോടതിയിൽ അദ്ദേഹവും മൊഴിമാറ്റി. കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് കുറെ നാളുകളായിട്ട് ഇൻഡസ്ട്രിയിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അന്ന് മഞ്ജു വാര്യരോട് ചോദിച്ചപ്പോൾ അന്ന് മഞ്ജു പറഞ്ഞതാവട്ടെ, ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പലരെക്കുറിച്ചും പല ഗോസിപ്പുകളും പറയും, പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് ആ പാവത്തിന്റെ മറുപടി. എന്നാൽ പിന്നീടാവട്ടെ പല രീതിയിലുള്ള അവർ തമ്മിലുള്ള മൊബൈൽ സന്ദേശങ്ങളും പലതും മഞ്ജു നേരിട്ട് പിടിച്ചു. അതിന്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിജീവിതയുമായിട്ടുള്ള ഒരു ചർച്ച പോലും ഉണ്ടാവുന്നത്. അല്ലാതെ ആദ്യമേ അതിജീവിത വഴിയല്ല ഈ കാര്യം മഞ്ജു വാര്യർ അറിഞ്ഞത്. കേസിന്റെ വിധി വരാൻ നാളുകൾ മാത്രം നിൽക്കുകയാണ് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വിവാഹമോചന കാരണങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്.